ഹായ് ഹലോ നമസ്കാരം. ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോഴും ഞങ്ങളുള്ളത് കാശ്മീരിലാട്ടോ. ഇത് ഡേ 3 ആണ്. ഫസ്റ്റ് ഡേയിൽ ഞങ്ങൾ ഇവിടെ എത്തി. അന്ന് റെസ്റ്റ് എടുക്കായിരുന്നു, വേറെ ഒന്നും ചെയ്തില്ല കേട്ടോ, ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സെക്കൻഡ് ഡേയിലാണ് ഞങ്ങൾ ഫസ്റ്റ് സൈറ്റ് സീയിങ്ങിന് ഇറങ്ങിയത്. അത് സോൻമർഗിലോട്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇന്ന് പോകുന്നത് ഗുൽമർഗിലോട്ടാട്ടോ. കാശ്മീരിലെ പൂക്കളുടെ തകിടി എന്നറിയപ്പെടുന്നതാണ് കേട്ടോ ഗുൽമർഗ്. രാവിലെ നേരത്തെ തന്നെ റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യുന്നത് ശ്രീനഗറിലെ ഗോൾഡൻ ലീഫ് ഹോട്ടലിലാണ്. ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഡിന്നറും ഉണ്ട്. ലഞ്ച് മാത്രം നമുക്ക് പുറത്തുനിന്ന് കഴിച്ചാൽ മതി. ഇന്നാണ് ഹോട്ടലിൻ്റെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ഞാൻ കണ്ടത് കേട്ടോ. മഴയായതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാനൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് ഒരു 8:30 സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞങ്ങൾ ഗുൽമർഗിലോട്ട് പോകാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂക്കളുടെ പുൽത്തകിടി എന്നറിയപ്പെടുന്ന കാശ്മീരിലെ ഈ ഹിൽ സ്റ്റേഷൻ നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അതുപോലെ തന്നെ സ്കീയിങ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് കേട്ടോ. ശ്രീനഗറിൽ നിന്ന് ഏകദേശം ഒരു 49 കിലോമീറ്റർ അകലെയാണ് ഈ ഗുൽമർഗ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ഗോൾഫ് കോഴ്സൊക്കെ ഇവിടെയാണ് കേട്ടോ. ഈ ഗുൽമർഗിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ശൈത്യകാലത്താണെങ്കിൽ മഞ്ഞ് മൂടി കിടക്കും കേട്ടോ. അപ്പോൾ മഞ്ഞിന്റെ ഒരു ഭംഗിയാണ്. അതുപോലെ വസന്തകാലത്താണെങ്കിലോ പൂക്കളും പുൽമേടുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു നാടാട്ടോ ഈ ഗുൽമർഗ്. ചെറിയ തടാകങ്ങളും പച്ച പൈൻ മരങ്ങളും ഫിർ മരങ്ങളും എല്ലാം കൊണ്ടും നല്ലൊരു ഭംഗിയാണ്. ഇത് തന്നെയാണ് ഈ ഗുൽമർഗിൻ്റെ അട്രാക്ഷനും. ഞങ്ങളുടെ യാത്ര നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരു 33 പേരുണ്ട്. അത് 2 ട്രാവലറിലായിട്ടാട്ടോ യാത്ര ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ട്രാവലറിൽ യാത്ര നടക്കുള്ളൂ, ചെറിയ റോഡായതുകൊണ്ട്. അപ്പോൾ ഞങ്ങളുടെ ട്രാവലറിൽ ഏകദേശം 16 പേരുള്ളത്. ഞങ്ങൾ നല്ല കമ്പനിയായിട്ടോ 3rd ഡേ ആയപ്പോഴേക്കിനും. അപ്പോൾ ഒന്നുകൂടി ഒരു രസമായിരുന്നു കേട്ടോ. പിന്നെ ഇന്നലെ മഞ്ഞിൽ കളിച്ച് വന്നതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നും മഞ്ഞിലോട്ട് പോകുമ്പോൾ എന്താവും എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സോൻമർഗിൽ പോയപ്പോൾ മഞ്ഞിന്ന് വീണിട്ടൊക്കെ കയ്യിനൊക്കെ ഒരു പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എന്താവുന്നുള്ളൊരു പേടിയുണ്ട്. എന്തായാലും ഗുൽമർഗ് കാണാൻ തന്നെ വിചാരിച്ചു കേട്ടോ. നമ്മൾ ശ്രീനഗറിൽ നിന്നാണല്ലോ പോകുന്നത്. അപ്പോൾ താൽമർഗ് വഴി റോഡ് മാർഗ്ഗമാണ് ഗുൽമർഗിലോട്ട് എത്തേണ്ടത്. നല്ല ഭംഗിയുള്ളൊരു താഴ്വരയാണ്. ഇവിടെ മുഴുവനായിട്ട് മഞ്ഞ് മൂടി കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഏരിയയിലേക്ക് മഞ്ഞ് പോയിട്ട് പുൽത്തകിടിയൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ കേട്ടോ. പുല്ലൊക്കെ ഇങ്ങനെ മുളച്ച് വരുന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ വാല്യൂ വ്യൂ ആണ് അട്രാക്ഷൻ. ഇനി മഞ്ഞിൽ ഇറങ്ങേണ്ടവർക്ക് ആദ്യം ചെയ്യേണ്ടത് താൻമർഗിൽ ഇറങ്ങിയിട്ട് റെൻ്റൽ ഡ്രസ്സ് എടുക്കണം കേട്ടോ. അത് ഓവർകോട്ട് ആണെങ്കിലും ബൂട്ടാണെങ്കിലും മസ്റ്റായിട്ട് എടുക്കണം. മഞ്ഞിൽ ആരിറങ്ങുന്നുണ്ടെങ്കിലും ബൂട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ബെസ്റ്റ്. നമ്മൾ ഷൂ കൊണ്ട് പോകുമ്പോൾ നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഷൂ ഒക്കെ പെട്ടെന്ന് നനഞ്ഞിട്ട് തണുപ്പ് കയറും കാലിലോട്ട്. അപ്പോൾ ഒരു ബൂട്ട് നമ്മൾ റെൻറ്റിന് എടുക്കുകയാണെങ്കിൽ ഓക്കെ ആയിരിക്കും. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് ഗ്ലൗ ഒക്കെ നമ്മൾ കരുതണം കേട്ടോ. ഇതിൽ ആ ഏരിയ എനിക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ സ്നോ ബൈക്കിങ്ങും ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ ഞാനിനി ഇന്ന് മഞ്ഞിൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ഡ്രസ്സ് റെൻ്റ് എടുത്തിട്ടില്ല കേട്ടോ. ഫൈസൽക്ക റെൻറ്റിന് എടുത്തിട്ടുണ്ട് ഡ്രസ്സ്. ഞാൻ എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ള കോട്ടാണ് യൂസ് ചെയ്യുന്നത്. ബൂട്ട് ഞാൻ റെൻറ്റിന് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം മഞ്ഞിലൂടെ നടക്കണമെങ്കിൽ നമുക്ക് ബൂട്ട് എന്തായാലും വേണം. ഞങ്ങൾ പാക്കേജിലാണ് വന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പലരും പാക്കേജിനെ പറ്റി പറയാൻ പറഞ്ഞായിരുന്നു. ഒരിക്കലും ഇതൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് പറയുന്നതല്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ എന്ന് മാത്രമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ മിലാൻ ഹോളിഡേയ്സിൻ്റെ പാക്കേജിലാട്ടോ വന്നത്. പെർ ഹെഡ് 59,500 ആണ്. അത് കുട്ടികൾക്ക് ഒക്കെ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇതിൽ റൂമാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ അത്യാവശ്യമുള്ള എൻട്രി ഫീസസ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ പേ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ലഞ്ച് നമ്മൾ അറിയേണ്ടി വരും. എന്തായാലും ഒരു പ്രീമിയം ലെവലിലുള്ള യാത്ര തന്നെയാണ്. പിന്നെ റൂം 2 പേരാണ് ഷെയർ ചെയ്യേണ്ടി വരിക. ഫാമിലി വരികയാണെങ്കിൽ ഫാമിലിക്ക് അനുസരിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഗുൽമർഗിലോട്ട് തിരിച്ചു വരാം. നമ്മൾ ഈ ചുരം കയറുന്നത് ഏകദേശം ഒരു 12 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള ഏരിയ വലിയൊരു പ്രശ്നമില്ല യാത്ര ചെയ്യാൻ കേട്ടോ. ഞങ്ങളുടെ ട്രാവലർ ഡയറക്റ്റ് ഗുൽമർഗിലോട്ട് എത്തില്ല. ദൂരെ കാണുന്നതാണ് മഹാറാണി ക്ഷേത്രം. ഇവിടെ ശിവക്ഷേത്രം എന്നറിയപ്പെടുന്നുണ്ട്. ഈ ഗുൽമർഗിലെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ഈ ക്ഷേത്രം കാണുമെന്നാണ് പറയുന്നത്. ഈ ഗുൽമർഗിലെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഗൊണ്ടോല ലിഫ്റ്റാണ് കേട്ടോ. നമ്മുടെ ഹിമാലയത്തിലെ അഫർവത് പർവ്വതത്തിൻ്റെ ചെരുവുകളിലോട്ടാണ് ഈ ഗൊണ്ടോല ലിഫ്റ്റ് നമ്മളെ എത്തിക്കുന്നത് കേട്ടോ. അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്തിരിക്കുക കേട്ടോ. ഇവിടുന്ന് നമ്മൾ ടാക്സിയിൽ പോകണം. അങ്ങനെ ഞങ്ങളൊരു SUV പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടുത്തെ ഗോൾഫ് ക്ലബ്ബാണ് ഈ കാണുന്നത്. ഇതെല്ലാം മഞ്ഞുകാലത്ത് മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുന്നതായിരിക്കും കേട്ടോ.
ആ സമയത്ത് നമുക്ക് നല്ലൊരു അട്രാക്ഷനാണ്. ദൂരെ നമുക്ക് മഞ്ഞ് മലകളൊക്കെ കാണാൻ സാധിക്കും. നമ്മൾ ഏകദേശം ആ ഭാഗത്തോട്ടാണ് പോകുന്നത്. പെട്ടെന്ന് തന്നെ എടുത്തു കേട്ടോ, ഒരുപാട് ദൂരമൊന്നും യാത്ര ചെയ്യേണ്ട കാര്യമില്ല. ഗൊണ്ടോള കേബിൾ കാറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് നിർത്തിയിട്ടിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഇപ്പോഴും കുറച്ച് മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ, മുഴുവൻ അങ്ങോട്ട് പോയിട്ടില്ല. ഗുൽമർഗ് ഗൊണ്ടോല എൻട്രിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നല്ല ക്യൂ ആണ്. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ടിക്കറ്റ് എടുത്ത് വരലൊന്നും നടക്കില്ല. ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ആ ടൈമിൽ തന്നെ എത്താൻ ശ്രദ്ധിക്കുക. ഇവിടെ വന്നാൽ ചില സമയത്ത് ബ്ലാക്കിലൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ ഞങ്ങളുടെ കൂടെ വന്ന ഒരാൾക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല, പക്ഷെ അവർക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഗുൽമർഗ് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഗൊണ്ടോല ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ക്യൂ പെട്ടെന്ന് തന്നെ നീങ്ങി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂറോളം ക്യൂവിൽ നിന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ കേബിൾ കാറിൻ്റെ അടുത്ത് എത്തിയത് കേട്ടോ. ക്യൂവിൻ്റെ വലുപ്പം വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് എത്തിയെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അത്രയും വലിയ ക്യൂ ആയിരുന്നു. 6 പേർക്കാണ് ഒരു കേബിൾ കാർ ഉള്ളത്. പെട്ടെന്ന് കയറുകയാണ്. കേബിൾ കാർ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യൊന്നുമില്ലല്ലോ, മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഞങ്ങൾ 2 പേരും കാറിൽ കയറിയ സമയത്ത് ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നുകൂടെ നന്നായിട്ട് തന്നെ ഈ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റി. കേബിൾ കാറിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. മഞ്ഞ് കുറേ ഉരുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ആട്ടിടയന്മാരുടെ വീടുകളാണെന്നാണ് പറയുന്നത്. ഈ വീടിൻ്റെ മുകളിലൊക്കെ നിറയെ മഞ്ഞ് നിൽക്കുന്ന ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണാൻ നല്ല ഭംഗി ഫീൽ ചെയ്തിരുന്നു. ഇപ്പോൾ മഞ്ഞൊക്കെ ഉരുകി പോയപ്പോഴും ആ വീടിൻ്റെ ശരിക്കുള്ളൊരു രൂപം കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ സ്റ്റേ ഒന്നുമില്ല. ഇനി കുറച്ചുകൂടെ വേനൽ വരുമ്പോഴാണ് സ്റ്റേ ഉണ്ടാകുന്നത്. ആളുകളൊക്കെ കണ്ടില്ലേ നടന്നു പോകുന്നുണ്ട് ഇതിലൂടെ. നമ്മുടെ കേബിൾ കാറ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ഫേസ് ആട്ടോ ഈ കേബിൾ കാറിനുള്ളത്. ഫസ്റ്റ് ഫേസിൽ 380ഓളം മീറ്റർ ഉയരത്തിലുള്ള കോങ്ദൂറിലോട്ടാണ് എത്തുന്നത്. ഞങ്ങൾക്ക് ഫസ്റ്റ് ഫേസിൻ്റെ ടിക്കറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. സെക്കൻഡ് ഫേസ് കിട്ടാൻ നല്ല പാടാണ്. സെക്കൻഡ് ഫേസിൽ ഒരുപാട് ട്രൈ ചെയ്തു, ടിക്കറ്റ് കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ഫേസിൽ തന്നെ മഞ്ഞുള്ളതുകൊണ്ട് ഇനി സെക്കൻഡ് ഫേസ് മഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നൊരു ആവശ്യം തോന്നിയില്ല. പക്ഷെ ആ ഒരു ഏരിയയിലോട്ട് എത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ അത് മിസ്സായിപ്പോയി. ഇപ്പോൾ ഞങ്ങൾ ഗൊണ്ടോലയുടെ ഫസ്റ്റ് ഫേസിൽ എത്തിയിരിക്കുക കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല മഞ്ഞ് തന്നെയുണ്ട്. സ്കീയിങ് ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ സ്നോ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട്. ഗ്ലാം റെസ്റ്റോറൻ്റൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അധികം തിരക്കുണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത് നല്ല തിരക്ക് തന്നെയാണ് ഇവിടെ പല ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് സ്കീയിങ് തന്നെയാണ്. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ഓരോന്നിനും നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കുമ്പോൾ അവർ നല്ല റേറ്റ് പറയും. അപ്പോൾ നമ്മൾ എത്രത്തോളം ബാർഗെയിൻ ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് ഇരിക്കും റേറ്റ് വരുന്നത്. ഇവിടുത്തെ അടുത്തൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് സ്നോ സ്ലഡ്ജാണ്. ഒരു മരപ്പലകയിൽ അവർ വലിച്ചു കൊണ്ടുപോവുക കേട്ടോ ചെയ്യുന്നത്. അതും വേറൊരു എക്സ്പീരിയൻസ് ആണ്. മഞ്ഞുരുകി നിറയെ വെള്ളമാണ് കേട്ടോ. ബൂട്ടിട്ടത് കൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമായി ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ശ്രദ്ധിച്ച് നടന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വീഴും. ബൂട്ടും തന്നെ എത്ര ഗ്രിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അത് നടക്കുന്നതിനൊക്കെ ഒരു നാക്കുണ്ട്. ഇവിടുന്ന് സെക്കൻഡ് ഫേസിലോട്ട് പോകുന്ന ഗൊണ്ടോലയാണ് ഈ കാണുന്നത് കേട്ടോ. സെക്കൻഡ് ഫേസിൻ്റെ എൻഡ് എന്ന് പറയുന്നത് 3950 മീറ്റർ ഉയരത്തിലായിട്ടുള്ളത്. അഫർവത് കൊടുമുടിയിലോട്ടാണ് ഇത് എത്തിക്കുന്നത്. അവിടുന്ന് പിന്നെ കുറച്ചുകൂടെ ദൂരം ഉണ്ട് കൊടുമുടിയിലോട്ട്. സ്കീയിങ്ങിന് പോകുന്നവർ പിന്നെ മുകളിലോട്ട് പോകുന്ന കേട്ടോ പറഞ്ഞിട്ടുള്ളത്. സോൻമർഗിൽ നമ്മൾ കണ്ടല്ലോ, അവിടുത്തെ എനിക്ക് ഏറ്റവും നല്ലൊരു അട്രാക്ഷൻ എന്ന് തോന്നിയത് സ്നോ ബൈക്കുകളാണ്. ഇവിടെയും സ്നോ ബൈക്കുകളുണ്ട്, സ്കീയിങ് ഉണ്ട്, പിന്നെ സ്നോ സ്ലഡ്ജ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഈ ഗൊണ്ടോല തന്നെയാണ് കേട്ടോ. ഗുൽമർഗിൽ വരികയാണെങ്കിൽ ഗൊണ്ടോല ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൺഫേം ആയതിനു ശേഷം മാത്രം വരിക കേട്ടോ. ടിക്കറ്റിൻ്റെ കൂടെ തന്നെ ID പ്രൂഫും നമ്മൾ കാണിക്കേണ്ടി വരും. ഞങ്ങൾ മഞ്ഞിലൂടെ നടക്കുമ്പോൾ ഇവിടുത്തെ ഒരു ചേട്ടൻ വന്നിട്ട് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് കേട്ടോ. കശ്മീരി കുൽച്ച എന്നാണ് പറഞ്ഞത്. ഇത് കുൽച്ചയുടെ ബ്രെഡല്ല, ഒരു ടൈപ്പ് സ്നാക്ക് ആണെന്നാണ് പറഞ്ഞത്. അതിങ്ങനെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടാൽ നമ്മൾ തേങ്ങ കട്ട് ചെയ്ത പോലെ തോന്നും, ചെറിയൊരു പീസ്. പക്ഷെ ഇത് തേങ്ങയൊന്നുമല്ല കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം മഞ്ഞിലൊക്കെ നടന്നു. അപ്പോൾ മഞ്ഞിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കോട വന്നു കേട്ടോ. മുഴുവൻ കോടയിൽ മൂടി. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടന്നു. നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് കാണാം, ദൂരെ ഉള്ളതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ നല്ല തണുപ്പായിരുന്നു. ഇവിടെയും ടെമ്പറേച്ചർ ബിലോ 5 ഒക്കെ ആയിരുന്നു കേട്ടോ വരുന്ന സമയത്ത്. പക്ഷെ ഉച്ചയായപ്പോഴേക്കിനും ടെമ്പറേച്ചർ കൂടി. ഞാനൊക്കെ ഒരു 4 ലെയർ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കൂടിയപ്പോൾ ചൂടെടുക്കാൻ തുടങ്ങി. ചവിട്ടി നിൽക്കുന്നത് ഐസിലാണ്, പക്ഷേ വിയർത്തൊലിക്കുകയായിരുന്നു കേട്ടോ.
അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഉണ്ടായി. ഞങ്ങൾ കുറച്ച് സമയം നിന്നപ്പോൾ ബാങ്ക് വിളിച്ചേ ഈ മഞ്ഞിൽ തന്നെ ഒരു പള്ളി കാണാൻ സാധിച്ചു. ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതിൻ്റെ അകത്ത് സ്ത്രീകൾക്കും നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് നിസ്കരിച്ചു. പിന്നെ ഇവിടുന്ന് വേറൊന്ന് എക്സ്പീരിയൻസ് ചെയ്തത് ഇവിടുന്ന് ഒളു എടുക്കാൻ പറ്റി മഞ്ഞിൽ എന്നുള്ളതാണ്. ഒരാഗ്രഹം ഉണ്ടായിരുന്നു മഞ്ഞിൽ ഒളു എടുക്കണം എന്നുള്ളത്. അപ്പോൾ അതിന് സാധിച്ചു. അതിനുശേഷം നമസ്കരിച്ചു. സ്ത്രീകൾക്ക് കർട്ടൻ ഇട്ടിട്ട് ചെറിയൊരു ഏരിയ മാറ്റി തന്നിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ പറയാൻ വിട്ടുപോയ കാര്യം, ഈ ഐസിലൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു റെയിൻകോട്ടിൻ്റെ പാൻറ്റൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. അതിൻ്റെ അകത്തോട്ട് ഞാൻ എൻ്റെ ഡ്രസ്സ് ഫുള്ള് റെയിൻകോട്ടിൻ്റെ അകത്തോട്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഡ്രസ്സ് നനയുന്നില്ല. പിന്നെ ഞങ്ങൾ ബൂട്ട് റെൻ്റ് ഔട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതുകൂടെ ആകുമ്പോൾ അധികം തണുപ്പ് മേലോട്ട് കയറില്ല കേട്ടോ. നനവ് വന്നാൽ തണുപ്പ് നന്നായിട്ട് അടിച്ചാൽ നന്നായിട്ട് തണുക്കും. പിന്നെ നമുക്ക് പെയിനൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അതെന്തായാലും യൂസ്ഫുൾ ആയിട്ടോ. ഇനിയിപ്പോൾ ഇവിടെ വന്ന വിശന്നാൽ എന്ത് ചെയ്യുന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇവിടെ കഴിക്കാൻ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് കിട്ടും. അതായത് മാഗി, പിന്നെ മോമോസ്, ചായ, കവ, അങ്ങനെയുള്ള പല ഐറ്റംസും കിട്ടും. ഞങ്ങളൊരു ബേൽപൂരി കേട്ടോ കഴിച്ചത്. പെട്ടെന്ന് തന്നെ ആ ചേട്ടൻ ബേൽപൂരി ഉണ്ടാക്കി തന്നു. അപ്പോൾ ആ ഒരു ബേൽപൂരിയും അതിൻ്റെ കൂടെ തന്നെ ഒരു കോഫിയുടെ കുടിച്ചു ഫൈസൽക്ക. ഞാൻ പിന്നെ കോഫി കുടിച്ചിട്ടില്ല. കോഫി റെഡിമെയ്ഡ് ആട്ടോ. കോഫി റെഡിയാണ് ഫ്ലാസ്കിൽ. നമ്മൾ ചോദിക്കുമ്പോൾ ചെറിയ ഗ്ലാസ്സിലോട്ട് എടുത്തു തരിക ചെയ്യുന്നത്. ഇവിടെ എനിക്ക് ഫീൽ ചെയ്തത് മഞ്ഞ് പോയാൽ പിന്നെ അത്യാവശ്യം ചെളിയുള്ള ഒരു ഏരിയയായി മാറും കേട്ടോ. അത് പിന്നെ ആ ചെളി ഒന്ന് ഉണങ്ങിയിട്ട് വേണം പുല്ലുകൾ വരാൻ. പുല്ലുകൾ വന്നാൽ പിന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ബേൽപൂരി കഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തിട്ടു. ഇപ്പോൾ ഏകദേശം ഞങ്ങളുള്ളത് 3050 മീറ്റർ ഉയരത്തിലാട്ടോ. ഈ കാണിക്കുന്നത് ഇത് ഇവിടുത്തെ പട്ടികളാണ്. നമ്മുടെ നാട്ടിലെ പട്ടികളെ പോലെ ഒന്നുമില്ല. അത്യാവശ്യം നല്ല തടിയൊക്കെ ഫീൽ കിട്ടും. മഞ്ഞിന്ന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടായിരിക്കാം. കുറച്ച് ഫാറ്റി ടൈപ്പാണ്. അതുപോലെ ഇവിടുത്തെ കണ്ട ജീവികളൊക്കെ അങ്ങനെയാണ് തോന്നിയത്. ഇനി ആടാണെങ്കിൽ ചെമ്മരിയാടുകളാണ്. പിന്നെ കാക്കകളെ കണ്ടിരുന്നു. നല്ല വലുപ്പമാണ്. നമ്മുടെ നാട്ടിലെ കാക്ക പോലെയല്ല കേട്ടോ. എന്തായാലും ക്രിയേറ്റർ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ടാണ് ഓരോരുത്തരെയും ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. ഫേസ് 2 ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. പിന്നെ ഞങ്ങൾ കൂടുതൽ സമയം ഫേസ് 1 തന്നെ സ്പെൻഡ് ചെയ്യുക ചെയ്തത്. 3 മണിയോട് കൂടെ തന്നെ ഇവിടുന്ന് തിരിച്ചു പോകാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ റിട്ടേൺ വേറെ ഒരു ഏരിയയിലാണ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവിടെ കൂടുതൽ അത്ഭുതമായി. ഒരാളെക്കാളും ഹൈറ്റിലാണ് ഈ മഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. ഇത് ഞാൻ വിൻഡോയിലോട് എടുത്ത ഒരു വ്യൂ ആണ്. ഇത് കണ്ടോ, ഫൈസൽ ഖാനേക്കാളും ഹൈറ്റിലാണ് മഞ്ഞ് നിൽക്കുന്നത്. ഇതിൻ്റെ അകത്തുകൂടെ നമ്മൾ നടന്നു പോകുന്ന പാസേജിൽ പോലും മഞ്ഞാണ് നിൽക്കുന്നത്. അതിൻ്റെ ഇടയിലൂടെയാണ് നടന്നു പോകുന്നത്. ശരിക്കും അത്ഭുതമായിട്ടോ. അപ്പോൾ ഗുൽമർഗ് ഗൊണ്ടോലയിലെ ഫസ്റ്റ് ഫേസിന് ഞങ്ങൾ തിരിച്ചു പോവുകയാണേ. ഇവിടെ വന്നപ്പോഴാണ് സെക്കൻഡ് ഫേസ് ഒന്ന് കണ്ടാൽ നന്നായിരുന്നു എന്ന് തോന്നിയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള കേബിൾ കാർ വന്നു. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ പോണി റൈഡ് ചെയ്യുന്നവരെയൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. നമ്മൾ താഴെ ഗൊണ്ടോലയിൽ കയറാതെ തന്നെ അവിടെ കുതിരകളൊക്കെ ഉണ്ടാകും. അപ്പോൾ കുതിരയിൽ കയറിയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. ഇവിടുന്ന് നോക്കുമ്പോൾ കുത്തനെയുള്ള ഇറക്കാണ്. കാണാൻ നല്ല അടിപൊളിയാണ്. മഞ്ഞൊക്കെ കുറേ ഉരുകി ഒലിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മരങ്ങളൊക്കെ കുറേ നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. മഞ്ഞിൽ കിടന്നിട്ട് നശിച്ചു പോയതായിരിക്കാം. മഞ്ഞ് ഉരുകി വരുമ്പോഴേ വെള്ളം ഒലിച്ചിട്ട് മഞ്ഞിലൊക്കെ ചെളി നിൽക്കുന്നുണ്ട് അല്ലേ. ഗൊണ്ടാലയുടെ എൻട്രി പോയിന്റിൽ തന്നെ തിരിച്ചെത്തിയിട്ടോ. ഞങ്ങൾ ഇനി തിരിച്ചു പോവുകയാണ് റൂമിലോട്ട്. ഞങ്ങൾ കൊണ്ടുവന്ന് വിട്ടവരെ ഞങ്ങൾ തിരിച്ച് ട്രാവലറിൻ്റെ അടുത്തോട്ട് എത്തിച്ചു കേട്ടോ. പോകുന്ന സമയത്ത് 1-2 ഡെസ്റ്റിനേഷൻസൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും കാണാൻ പറ്റിയില്ല. ഗുൽമർഗിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. ലേറ്റായിട്ട് ഫുഡ് കഴിക്കുക ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇവിടെ ഇൻസ്റ്റൻ്റായിട്ട് മാഗി, പിന്നെ റോട്ടി, മോമോസ് അങ്ങനത്തെ ഉള്ള ഐറ്റംസൊക്കെ കിട്ടും. പിന്നെ കാവ, ചായ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം വിശക്കുന്നവർക്കൊക്കെ ഒന്ന് രക്ഷപ്പെടാനുള്ള വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഒന്ന് കഴിച്ചതിന് ശേഷമാണ് യാത്ര തിരിച്ചത്. ഇനി നേരെ ഹോട്ടലിലോട്ട് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന വഴിയും തന്നെ നല്ല ഭംഗിയാട്ടോ. ഇന്നലെ സോൻമർഗിൽ പോയപ്പോഴും നല്ല തലവേദനയായിരുന്നു. അതുപോലെ തന്നെ ഗുൽമർഗിൽ വന്നപ്പോഴും നല്ല തലവേദന. അധികം ദൂരമല്ലല്ലോ, 50 കിലോമീറ്ററോളേ ഉള്ളൂ ദൂരം ഗുൽമർഗിൽ നിന്ന് ഞങ്ങളുടെ ഹോട്ടലിലോട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ എത്തിയിട്ടോ. ഒരു 5:30 തന്നെ ഇവിടെ എത്തി. നല്ല തലവേദന ഉണ്ടായിരുന്നു മഞ്ഞിലൊക്കെ കളിച്ച് വന്നിട്ട്. അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് നല്ല ചൂടുള്ള എന്തെങ്കിലും കുടിക്കണം. അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിവിടെ റെസ്റ്റോറൻറ്റിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചായയും വെജിറ്റബിൾ ഭുജിയാണുള്ളത്. ചായ മസാല ടീ ആണ് ഓർഡർ ചെയ്തത്. ഞാൻ വിത്തൗട്ട് ഷുഗറിലാണ് ഓർഡർ ചെയ്തത്. ഫൈസൽക്ക് ഒരു ലൈറ്റ് ഷുഗറിലാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. നല്ല അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റിയാണ്.
സോസൂടെ ഡിപ്പ് ചെയ്തിട്ടാണ് കഴിച്ചത്. പക്ഷേ സോസ് ഡിപ്പ് ചെയ്യാതെ കഴിച്ചതാണ് കൂടുതൽ ടേസ്റ്റ് ഫീൽ ചെയ്തത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും മാത്രമേ പാക്കേജിലുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ലഞ്ച്, സ്നാക്സ്, ടീ അതൊക്കെയാണ് നമ്മൾ സെപ്പറേറ്റ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ പേയ്മെൻറ്റ് വേറെ വരും കേട്ടോ. കുറച്ച് സമയം വെയിറ്ററിനോടൊക്കെ ഒന്ന് സംസാരിച്ചു, ഹോട്ടലിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചതിന് ശേഷം ഞങ്ങൾ റൂമിൽ പോയിട്ടോ. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴും തലവേദനയ്ക്ക് വലിയൊരു മാറ്റമൊന്നും ഫീൽ ചെയ്തില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്തു. പിന്നെ പുറത്ത് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണിത്, നല്ലൊരു വ്യൂ ആണ്. പിന്നെ തലവേദന മാറാനുള്ള ഏറ്റവും ബെസ്റ്റ് എനിക്ക് മനസ്സിലായത് വേറൊന്നുമല്ല, നല്ല ചൂടോടുകൂടി ഒരു സൂപ്പ് കുടിക്കുക എന്നുള്ളതാണ്. ഇന്നലെ സൂപ്പ് കുടിച്ചപ്പോഴാട്ടോ ഒന്ന് ഫ്രഷ് ആയത്. ഇന്ന് ടൊമാറ്റോ സൂപ്പാട്ടോ. ടൊമാറ്റോ സൂപ്പിലോട്ട് കുറച്ച് ടോസ്റ്റഡ് ബ്രെഡ് പീസസ് ഇട്ട് നന്നായിട്ട് സൂപ്പ് കഴിച്ചു. അപ്പോൾ തന്നെ നല്ല പെട്ടെന്ന് തന്നെ ഫ്രഷ് ആയിട്ടോ. രണ്ടാമത്തെ ദിവസമാണ് എനിക്കിത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ലേറ്റായിട്ട് ഡിന്നർ കഴിച്ചു കേട്ടോ. ഇവിടുത്തെ ഡിന്നർ ഐറ്റംസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, കാശ്മീരിലെ അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.